എല്ലാവർക്കും നമസ്കാരം. നന്നായിട്ട് പഴുത്ത തൊലിയൊക്കെ കറുത്ത് പോയ ഏത്തപ്പഴം ഇനി കളയരുത്. ഇതുപോലെ നല്ല പഞ്ഞി പോലത്തെ അപാര രുചിയുള്ള കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ ഒരു പാനിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് നമുക്ക് ഇതൊന്ന് കാരമൽ ചെയ്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കാം. ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് നിരത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി ഇങ്ങനെ പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളം ചേർക്കണം. വെള്ളം ചേർക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് വെള്ളം ചേർക്കാം. അപ്പം 1/2 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി വീണ്ടും ഒന്നുകൂടെ ഫ്ലെയിം ഓൺ ചെയ്ത് തുടരെ ഇളക്കി ഒന്നുകൂടെ തിളപ്പിച്ച് നമുക്കിത് തണുക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാര, അതിലേക്കൊരു 3 ഗ്രാമ്പൂ ചേർത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ അതല്ലെങ്കിൽ ഗോതമ്പ് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടി. ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ ആണെങ്കിലും ചേർത്താൽ മതി. നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വീണ്ടും നമുക്കൊരു ഫോർക്ക് വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഞാൻ 7 ഇഞ്ചിൻ്റെ 2 പാൻ ലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേറൊരു വലിയ ബൗളിലേക്ക് നമുക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കുറേശ്ശെ ചേർത്ത് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പം ഏത്തപ്പഴം നന്നായിട്ട് പഴുത്ത് നല്ല മധുരം ഉള്ളതാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് ഇതിലും വേണമെങ്കിലും കുറയ്ക്കാം. ഇനി പഞ്ചസാര കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. ഇതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരുന്ന കാരമൽ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് 100 ഗ്രാം ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതുകൂടെ നമുക്ക് ചേർക്കാം. നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ആ പഞ്ചസാര പൊടിച്ച മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് ഞാൻ 2 ഏത്തപ്പഴമാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്ത് അതുകൂടെ നമ്മൾ ആ മിക്സിയിലേക്ക് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ ചേർത്ത് ഇടഞ്ഞ് വെച്ചിരുന്ന ആ മൈദ കൂട്ടിൽ നിന്ന് 2-3 ടേബിൾ സ്പൂൺ വീതം കുറേശ്ശെ വീതം ഇങ്ങനെ ചേർത്ത് വിസ്ക് വെച്ച് നമുക്കിങ്ങനെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട്. ഒരുപാട് ഒരുമിച്ച് ചേർത്താൽ കട്ട കുത്തിപ്പോകും. അപ്പം നമ്മൾ 3-4 പ്രാവശ്യമായിട്ട് പൊടികൾ മുഴുവൻ ചേർത്ത് മെല്ലെ ഇത് യോജിപ്പിച്ച് പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് സൈഡ്സൊക്കെ ഒന്നുകൂടെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് അടിവശം ചേർത്ത് ഒന്നുകൂടെ ഒന്ന് സ്പാച്ചുല വെച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം നല്ല ഫ്ലേവറുള്ള പഞ്ഞി പോലത്തെ ഒരു കേക്കാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പം. ഏത്തപ്പഴത്തിൻ്റെ യാതൊരു ഇതും മണമൊന്നും വരത്തില്ല കേക്ക് ബേക്കായി കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈൻ ചെയ്ത് ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് വെച്ച് പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. 2 ട്രെയിലായിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നടുഭാഗമൊന്നും ഒട്ടും വിണ്ടു പോകാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് ബേക്ക്ഡായിട്ട് കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. നമുക്ക് മുഴുവനായിട്ടത് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്യാം. എയർ ബബിൾസൊക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കുറച്ച് കാഷ്യൂ നട്ട്സ് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് വിതറി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ നമുക്ക് 170 ഡിഗ്രിയിലൊരു 40 മിനിറ്റ് കൊണ്ട് ബേക്ക്ഡായിട്ട് കിട്ടും. സ്ക്യൂവർ ഇങ്ങനെ കുത്തി നോക്കുമ്പോഴത്തേക്ക് അതിലൊട്ടും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ പെർഫെക്റ്റായിട്ട് ബേക്ക്ഡായിട്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് സ്റ്റൗ ടോപ്പിലും വെച്ച് നമുക്ക് നന്നായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ ബേക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ടിന്നിൽ നിന്ന് മാറ്റാം. ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. എൻ്റെ ബാക്ക് സൈഡൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടും കരിഞ്ഞു പോകാതെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. നമ്മൾ
മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടി ചേർത്താൽ മതി. അപ്പം നന്നായിട്ട് കാഷ്യൂ നട്ട്സൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നല്ല പഞ്ഞി പോലത്തെ കേക്കാണെന്ന്. കഴിക്കാനാണെങ്കിൽ നല്ല രുചിയുള്ളൊരു കേക്കാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റും ഒക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന്. താങ്ക് യു.